നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അഭിപ്രായ സർവേകളുടെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. എന്തായാലും ആർക്കാണ് മുൻതൂക്കമെന്ന് ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെയും കൃത്യമായ ട്രെൻഡുകൾ എന്ന രീതിയിലാണ് അഭിപ്രായ സർവേകൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. പല പാർട്ടികളും അല്ലെങ്കിൽ പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങളാണ് ഈ സർവേകളെ കുറിച്ച് പറയുന്നത്. സർവേകൾ അത്രമാത്രം കൃത്യതയുള്ളതല്ലെന്നും അല്ലെങ്കിൽ സർവേകൾ പെയ്ഡ് സർവേകളാണ് എന്നുമൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിൽ പരിശോധിക്കുന്നത്. അഭിപ്രായ സർവേകൾ ഫലം കാണുമോ? എന്തായിരിക്കും ഈ ഒരു അഭിപ്രായ സർവേകളെ കുറിച്ചുള്ള ചർച്ചകളുടെ ഒരു സംക്ഷിപ്ത രൂപമെന്നത്? കുമാർ, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് വരെ ഈ അഭിപ്രായ സർവേകളല്ല, അഭിപ്രായ സർവേ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ദൂരദർശൻ പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി നടത്തുന്ന ഒരു സർവേ. എന്നാൽ ആ സർവേകൾ കാലക്രമത്തിൽ ഈ സാറ്റലൈറ്റ് ചാനലുകളുടെ വരവോടെ അല്ലെങ്കിൽ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒക്കെ വരവോടുകൂടി ഇതും ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം പല സർവേകളും ഇപ്പം നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. പെയ്ഡ് സർവേകളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ചാനലുകളും അല്ലെങ്കിൽ മാധ്യമവും ഉയർത്തിപ്പിടിക്കുന്ന അവരുടേതായ രാഷ്ട്രീയങ്ങൾ ഉണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായി അവർക്ക് ഇതിന് പെയ്ഡ് സർവേ ആയിട്ട് തന്നെ ഈ സർവേകൾ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ കേൾക്കുമ്പോൾ അവരെ ആകെ കൺഫ്യൂഷനിലാക്കുന്ന രീതിയിലുള്ള സർവേ ഫലങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ച സർവേകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. നിരവധി ദേശീയ മാധ്യമങ്ങളടക്കം നിരവധി സർവേകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ സർവേക്ക് ഏകീകൃതമായ ഒരു സ്വഭാവമുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് കണ്ടെത്തേണ്ടി വരും. ആ ചാനലിന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം പറയുന്നതിനനുസരിച്ചുള്ള വളച്ചൊടിക്കലുകൾ ഈ സർവേക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്, ഇത്തരത്തിലുള്ള സർവേകളുടെ വിശ്വാസ്യത എത്രത്തോളം ആണ് എന്നുള്ളത്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിൽ കണ്ടെത്തേണ്ടതും. എന്തായാലും ഈ സർവേകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ജനങ്ങളാണ് ഇതിലാകെ കൺഫ്യൂഷനിലാകുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഒരു വോട്ടറുടെ മനസ്സിനെ ആകെ ചഞ്ചലപ്പെടുത്തുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റിയാലിറ്റി ഇതൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എങ്കിലും ഈ ചില സർവേകളെങ്കിലും ഏറെക്കുറെ സത്യത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. കുമാർ, ഈ സർവേ ഫലങ്ങൾ എത്രത്തോളം ശരിയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകളും അതുപോലെ തന്നെ ഈ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാകുന്ന ആശങ്കകളും ഒക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഒട്ടുമിക്ക എല്ലാം എന്ന് തന്നെ പറയാം 100% സർവേകളും BJPയുടെ ഒരു ഭരണ തുടർച്ച പ്രവചിക്കുന്നതാണ്. ഭരണ തുടർച്ച എന്ന് മാത്രമല്ല, കൂടുതൽ സീറ്റുകളോടെ 3ാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എത്രമാത്രം പുതിയ പ്രതീക്ഷകളോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയെ അത് അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ സാധാരണഗതിയിലുള്ള ഒരു സർവേ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജ്യോത്സ്യന്മാരുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തേണ്ടി വരും. ഈ നാട്ടിലെ ജ്യോത്സ്യന്മാർ ജ്യോത്സ്യം പറയുന്നത് ഈ ഒരാൾ അവർക്ക് അറിയാവുന്ന ആളിന്റെ നാച്ചറും അവരുടെ സ്വഭാവവും എന്നാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇയാൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സർവേ നടക്കുന്നത്. കാര്യം അവർക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്. അടുത്ത പ്രാവശ്യം ഇനി ഈ സർവേ നടത്തിയാലും ഇല്ലെങ്കിലും BJPക്ക് ഭരണ തുടർച്ച കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിന് സർവേ നടത്തണം എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് എത്ര സീറ്റിലേക്ക് BJP പോകും എന്നുള്ളതാണ്. അത് കൃത്യമായി പറയാൻ കഴിയുമെങ്കിൽ ഈ സർവേ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നതെന്ന് പറയാൻ കഴിയും. പക്ഷേ അവിടെയും പല സർവേകളും പല രീതിയിലുള്ള ട്രെൻഡുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 400 സീറ്റ് എന്ന ഒരു 400 എന്നൊരു മാജിക് ഫിഗർ BJP ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ഫിഗറുകൾ പല സർവേകളും പ്രവചിക്കുന്നുണ്ട്. എന്നാൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ചില ഫിഗേഴ്സും ചില സർവേകളിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു കൃത്യത അവിടെയാണ് ഇതിനെ ശാസ്ത്രീയമായി ഒന്ന് സമീപിക്കേണ്ടിയിരിക്കുന്നത്. ഈ ശാസ്ത്രീയമായ സർവേ എത്രയിടത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സിജു, ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശാസ്ത്രീയമായ സർവേ അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിന്റെ ഒരു രാഷ്ട്രീയപരമായ പക്ഷപാതമില്ലായ്മ
ഇതൊക്കെ നമുക്ക് നോക്കിയാൽ എത്രത്തോളം സർവേകൾ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എത്ര ശതമാനം സർവേകൾ ശാസ്ത്രീയമായി നടക്കുന്നുണ്ടാകാം? സാങ്കേതികമായി പറയുകയാണെങ്കിൽ സർവേകൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലുള്ള രീതിയാണ് അവലംബിക്കുന്നത്. തീർച്ചയായും അത് ശാസ്ത്രീയമായ ഒരു രീതി തന്നെയാണ്. നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് എന്നറിയാൻ, എന്താണ് പരിസ്ഥിതി എന്നറിയാനൊക്കെ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് സർവേ എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെയാണ് വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാനുള്ള മാർഗമായി പിന്നീട് വികസിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു രീതിയല്ല. പാശ്ചാത്യ ശാസ്ത്രജ്ഞർ തന്നെ വികസിപ്പിച്ച് അവരുടെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പ്രചരണ മാർഗമായി തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എത്രമാത്രം വിശ്വാസ്യത എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഒരു ഉത്തരം പറയുക വയ്യ. പക്ഷേ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തീർച്ചയായും നമുക്ക് പല രീതിയിൽ ഇതിനെ കാറ്റഗറി ചെയ്യാം. ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏത് റീജിയനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്തരം ഒരു വോട്ടർമാരുടെ ക്രോസ് സെക്ഷനെ അത് അഭിസംബോധന ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അതിനകത്ത് വളരെ പ്രധാനമാണ്. നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന സാമ്പിൾ സർവേ ആണെന്നുണ്ടെങ്കിൽ അതിന് എടുക്കുന്ന സാമ്പിൾ എത്രമാത്രം വലുതാണ്, എത്രയും വലുതാകുന്ന തോറും അതിന്റെ കൃത്യതയും കൂടും എന്നാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശകലനം. അതിന്റെ അടിസ്ഥാനം അതാണ്. സാമ്പിൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അതിന്റെ കൃത്യത കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റനെയറിന്റെ എന്തൊക്കെ ചോദ്യങ്ങളാണ് നാം നൽകുന്ന ചോദ്യം എന്താണ്, ഇത് ഏതുതരം പ്രദേശത്ത്, കാരണം ഓരോ പ്രദേശങ്ങളിലും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആണ് നമ്മൾ തീർച്ചയായും ആരാണ് നടത്തുന്നത് എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നത്. ഈ ആരാണ് ചോദിക്കുന്നത് അവർക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സർവേ ഫലമായിരിക്കും പുറത്തു വരിക എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത, അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത്. അത് ഈ സ്ഥാപനമല്ലേ, ആ സ്ഥാപനത്തിന് ഒരു താല്പര്യമുണ്ട് എന്ന് മലയാളിക്ക് തിരിച്ചറിയാവുന്ന രാഷ്ട്രീയമുള്ള മാധ്യമങ്ങളാണ് കേരളത്തിൽ മിക്കവാറും ഉള്ളത്. നിഷ്പക്ഷത എന്നത് ഒരു മാധ്യമവും അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ തന്നെ അവകാശപ്പെടുന്നില്ല അവരുടെ നിഷ്പക്ഷത. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സർവേകൾക്കും തീർച്ചയായും എങ്ങനെയാണത് അവകാശപ്പെടാനാവുക? തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇത്തരം സർവേകൾ തോൽക്കുന്ന അല്ലെങ്കിൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായും അതിനെ പ്രതിരോധിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പെയ്ഡ് ന്യൂസ് ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം LDFന് കേരളത്തിൽ അത്ര വലിയ സാധ്യതയൊന്നും ആരും കൽപ്പിക്കുന്നില്ല. ചെറിയ ഒരു കഴിഞ്ഞ തവണത്തേലും ബെറ്റർ ആകും എന്നുള്ള ഒരു പൊതുവെ ഉള്ള ഒരു ഫലമാണ് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലിരിപ്പിനെ അദ്ദേഹം വളരെ കുറച്ചു കാണുന്നു എന്നുള്ളതാണ്. കാരണം ഈ സർവേകളെ പോലും നിരാകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് LDFന് എതിരായി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊന്നുമല്ല സത്യം എന്നുള്ളതാണ്. പക്ഷേ സർവേ എന്നുള്ളൊരു ശാസ്ത്രീയ മാർഗമാണ്. അത് ഉപയോഗിക്കുന്നത് പോലെയാണ് അതിന്റെ വിശ്വാസ്യതയും കൃത്യതയും എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. ഈ CPMനോട് അല്ലെങ്കിൽ CPMന്റെ പരാജയ ഭീതിയാണോ ഈ സർവേകൾക്കെതിരെയുള്ള തുറന്നടിക്കലിന് പിന്നിൽ? തീർച്ചയായും അതുതന്നെയാണ്. അദ്ദേഹം ഈ സത്യത്തെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം പല സർവേകളും അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്നവയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സർവേകളെ എല്ലാം ഒരു ഏകദാനമാകുമ്പോൾ ഒരേ തരത്തിൽ പറയുമ്പോൾ അതൊരു വോട്ടർമാരുടെ ഇടയിൽ അതിന് പറയുക ഒരു ബാൻഡ് വാഗൻ ഇഫക്റ്റ് ഉണ്ടാകുമോ? ഇതെല്ലാം കൂടെ ഒരേ തരത്തിലുള്ള പ്രതികരണം വരുമ്പോൾ അത് വോട്ടർമാരിൽ ഒരു ചലനം ഉണ്ടാക്കും. അത് UDFന് അല്ലെങ്കിൽ NDAക്കോ പ്രയോജനപ്പെടുന്ന രീതിയിലാകുമോ എന്നുള്ള ഒരു ഭയമാണ് അദ്ദേഹത്തിന്. അത് മാത്രമല്ല സിജു, ഇക്കുറി ചില സർവേകളുടെ ചോദ്യാവലികളിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച ഈ അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യം അതിൽ കാര്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അഴിമതിക്കെതിരെ ജനങ്ങൾ ശക്തിയുക്തം പ്രതികരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു. അതായിരിക്കുമോ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ ഒന്ന് അസ്വസ്ഥനാക്കിയിരിക്കുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിലൊക്കെ അങ്ങനെ ഒരു അഴിമതിയെക്കുറിച്ചുള്ള CPMന്റെ അഴിമതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം മുന്നചെന്നെത്തുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനാണ്. പാർട്ടിയുടെ സെക്രട്ടറിയെ പോലും അപ്രസക്തനാക്കിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
നമുക്കറിയാം. പാർട്ടിയുടെ ഘടനയെ പോലും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു ഭരണവും പാർട്ടിയിലുള്ള മേധാവിത്വം ഉണ്ട്. അപ്പോൾ പിണറായി വിജയനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് സാധാരണ പാർട്ടി അണികൾക്ക് പോലും ചെയ്യാനുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിലെ അഴിമതി പ്രതിരോധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചുമതലയായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ചോദ്യങ്ങളെ പോലും അദ്ദേഹം ഭയപ്പെടുന്നതും അങ്ങോട്ടുള്ള ചോദ്യങ്ങളെ അതിന്റെ വഴി അടയ്ക്കാനുള്ള ശ്രമം ആദ്യം തന്നെ നടത്തുന്നതും. മൈക്ക് ഓഫ് ചെയ്തു പോലും പോകുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള അഴിമതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം അതിന്റെ നാവടപ്പിക്കുകയാണ് തീർച്ചയായിട്ടും. കുമാറെ, നേരത്തെ നമ്മൾ സംസാരിച്ചത് ഈ സർവേയുടെ ഒരു വിശ്വാസ്യതയെ കുറിച്ചാണ്. ഈ വിശ്വാസ്യത എന്ന് പറയുമ്പോൾ ഈ സർവേയുടെ ക്വസ്റ്റ്യനെയർ, ഈ ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുന്ന ആൾ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ ഒരു സമീപനം കൂടിയാണ്. കാര്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരറിയാതെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചികഞ്ഞ് അവരുടെ ഉള്ളിലിരിപ്പ് അറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായ വശം. അപ്പൊ അതിനുവേണ്ടി അവർ തയ്യാറാക്കുന്ന ചോദ്യാവലികൾ അടിസ്ഥാനപരമായി അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ തുടങ്ങി അവരുടെ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു ചെന്ന് പതുക്കെ അവിടെ നിന്നാണ് ഇത് രാഷ്ട്രീയമായി ഒന്ന് പരിണമിച്ച് ഈ പറയുന്ന ജയപരാജയങ്ങളുടെ ഒരു നിർണയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ സർവേ ഇപ്പൊ ഈ കഴിഞ്ഞ സർവേകളിൽ നമുക്ക് എത്ര സർവേകളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മനുഷ്യന്റെ ഈ പറഞ്ഞ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ പഠിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ട് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ സർവേകൾ എന്ന ഒരു ആശയം അത് പാശ്ചാത്യമാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ ഈ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലെല്ലാം വളരെ സജീവമായിരുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കട ചർച്ചകളും ബാർബർ ഷോപ്പ് ചർച്ചകളും ഒക്കെയാണ്. കൃത്യമായി അവരുടെ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി വിജയിക്കും, ആരുടെ പ്രചരണമാണ് മുന്നിൽ, എവിടെ നിന്ന് ഇത്തവണ ആർക്കൊക്കെ വോട്ട് കുറയും. പക്ഷെ കേരളത്തിന്റെ ഒരു തനത് സർവേകൾ ശരിക്കും ഇത്തരത്തിലുള്ള ഈ കവല കൂട്ടങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചായക്കട കൂട്ടങ്ങളും ഒക്കെയാണ്. തീർച്ചയായും അവർ വളരെ കൃത്യമായി തന്നെ അതിന് പിന്നിൽ അവർ വളരെ ഒരു സയന്റിഫിക് രീതിയൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും അവർ നാട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അവർ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. ആ നിഗമനങ്ങൾ തീർച്ചയായും ശരിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പൾസ് അറിയുകയാണ് ഇപ്പോഴത്തെ ആധുനിക കാലത്തെ സർവേ ഏജൻസികൾ ചെയ്യുന്നത്. ഒരു നല്ലൊരു സ്റ്റാറ്റിസ്റ്റീഷ്യന് ഒരു മികച്ച ഒരു സാമ്പിൾ ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ എത്രമാത്രം ചെറുതോ വലുതോ എന്നല്ല, പക്ഷേ ഒരു വളരെ ശാസ്ത്രീയമായ സർവേയുടെ ആക്യുറസി സർവേ എടുക്കുന്ന സാമ്പിളിങ്ങിലാണ്. ആ സാമ്പിളിങ്ങിൽ കൊണ്ടുവരുന്ന വൈവിധ്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള ആകെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വൈവിധ്യമുണ്ടല്ലോ, ആ രാഷ്ട്രീയ വൈവിധ്യം ഈ സാമ്പിളിങ്ങിൽ ചെറുതാണെങ്കിൽ പോലും പ്രതിഫലിച്ചാൽ തീർച്ചയായും ആ സർവേയുടെ പ്രവചനം വളരെ കൃത്യമായ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഫലത്തോട് അടുത്തിരിക്കുമെന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്. അതാണ് ആ ശാസ്ത്രീയമായ സർവേ. അതെ, അതൊരു ശാസ്ത്രീയമായ മെത്തേഡാണ്. സാമ്പിളിങ്ങിൽ കൂടി, നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യാവലികളിൽ കൂടിയൊക്കെ ആ മണ്ഡലത്തിന്റെ പൾസ് അറിയുക എന്ന ശാസ്ത്രീയമായ രീതി ഇന്ത്യയിൽ നടക്കുന്ന, എനിക്ക് തോന്നുന്നു എല്ലാ ഭൂരിഭാഗം സർവേകളും ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. അവിടെ തന്നെ പ്ലസ് ഓർ മൈനസ് എന്നൊരു സംഭവമുണ്ട്. ഈ പ്രഡിക്ഷന് കുറയാം കൂടാം എത്ര ശതമാനം വരെ എന്നൊരു ഒരു വ്യതിചലനത്തിനുള്ള സാധ്യതയും കൂടി ഈ സർവേ ഏജൻസികൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത് ആ ഒരു പ്രവണതയാണ്. ഈ സർവേകളുടെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് പോയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സർവേ ഫലങ്ങളിൽ ഏറ്റവും ഒടുവിലായി, അതായത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് ഏറ്റവും ഒടുവിലായി എടുക്കുന്ന സർവേ ഫലങ്ങൾക്കാണ് കൃത്യത കൂടുതലെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം നോട്ട് യെറ്റ് ഡിസൈഡഡ് എന്നൊരു വലിയ ബ്ലോക്ക് ഈ സാമ്പിളിംഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് ആ തീരുമാനം കൂടി വരുമ്പോൾ സർവേ ഫലങ്ങൾ ആകെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായി കിട്ടുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളായിരിക്കും. അങ്ങനെയാണ് ശേഷം ഇറങ്ങി വരുന്നത്. അപ്പൊ അവിടെ ഒരു തീരുമാന മാറ്റം പിന്നീട് ഉണ്ടാവില്ല. ആ ഒരു പൾസ് കൃത്യമായി ശാസ്ത്രീയമായി അറിയുക എന്നുള്ളതാണ് സർവേ ഏജൻസികളുടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 48 മണിക്കൂറിന്, അതായത് 2 ദിവസം മുൻപുള്ള സർവേകൾ നിരോധിച്ചിട്ടുണ്ട്. അതെ, ആ രീതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഈ പറഞ്ഞതുപോലെ ഭാരതത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ആദ്യ ഘട്ടം നാളെ നടക്കുകയാണ്. അങ്ങനെ ഒരു ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സിംഗ് ആണ്, ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് കൂട്ടി ചേർക്കലുകളൊന്നും അല്ലെങ്കിൽ ഒരു വെള്ളം ചേർക്കൽ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ എക്സിറ്റ് പോളുകൾക്ക് ഇനി സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടവും കഴിയുമ്പോൾ അതിന്റെ ഒരു വിശ്വാസ്യത എത്രത്തോളമാണ്?
ഈ എക്സിറ്റ് പോളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു കവലയിലിരുന്നുള്ള ചർച്ചകളും പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഈ കവലയിലിരുന്ന് ചർച്ച ചെയ്തിരുന്നതിന്റെ ഒരു ആധുനിക രൂപം ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലാണെന്ന് മാത്രം. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളാണ് എനിക്ക് തോന്നുന്നു ഈ അഭിപ്രായ സർവ്വേകളെക്കാളും വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നത്. എന്താണ് നാട് ചിന്തിക്കുന്നത്, അല്ലെ നാട്ടിലുള്ളവർ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥിയെ കാണുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ചരിത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വായിച്ചെടുക്കാം. കാര്യം അത് എഡിറ്റിംഗ് ഇല്ലാത്ത ചർച്ച ആയതുകൊണ്ടായിരിക്കും. അത് കുറച്ചുകൂടി സത്യസന്ധമാണ്, ഫ്രാങ്ക് ആണ്, അവിടെ ആരും നിയന്ത്രിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആ ചർച്ചകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം സത്യം പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇപ്പം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു മാധ്യമങ്ങളും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും നേരിട്ട് നടത്തുന്ന സർവേകളല്ല ഇതൊന്നും. ഇതെല്ലാം ഒരു ഏജൻസികളാണ്, ഈ സ്ട്രാറ്റജിക്കൽ ഏജൻസികളാണ്. അവരാണ് മാധ്യമങ്ങളെ സഹായിക്കുന്നത് എന്ന് മാത്രം. ആ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന സർവേകൾ അത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ അവനൊരു തീർച്ചയായും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനത്തിലേക്കാണ് പോകേണ്ടത്. അവരുടെ മനസ്സ് പറയുന്ന അല്ലെങ്കിൽ ചിന്തകളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വോട്ടെടുപ്പിനെ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും യഥാർത്ഥ ചിത്രമല്ല നൽകുന്നത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. എക്സിറ്റ് പോളുകളെ കുറിച്ച് ചോദിച്ചു. എക്സിറ്റ് പോളുകൾ തീർച്ചയായും അഭിപ്രായ സർവ്വേകളെക്കാൾ കൃത്യമായും സത്യസന്ധമായും വോട്ടർമാർ അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ ഇടപെടുന്നത് അവർ നൽകുന്നു എന്നുള്ളതാണ് സത്യം. വോട്ട് ചെയ്ത ഉടൻ തന്നെ വരുമ്പോൾ അവന്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, അവൻ അത് കൃത്യം ചെയ്തിട്ട് വരുമ്പോൾ ആ ഒരു മാനസിക നില വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നത്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 48 മണിക്കൂർ ഇടവേള നൽകിയിരിക്കുന്നത്. എക്സിറ്റ് പോളുകൾ എനിക്ക് തോന്നുന്നു അവസാന ഘട്ട വോട്ടെടുപ്പിന് ശേഷമേ നൽകാനുള്ള അനുവാദമുള്ളൂ ഇന്ത്യയിൽ. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഏജൻസികൾ പലപ്പോഴും ശാസ്ത്രീയമായി നടത്താറുണ്ട്. പക്ഷേ ഈ ഇടയായി നേരത്തെ പറഞ്ഞതുപോലെ പല രാഷ്ട്രീയമായ ചായ്വുകൾ വെച്ചുകൊണ്ട് സാമ്പിളിങ്ങിൽ വെള്ളം ചേർക്കുക, കിട്ടുന്ന ഡേറ്റയെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്, ഈ രംഗത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അത്തരത്തിലുള്ള പല സർവേകളും ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. അല്ല കുമാർ, ഈ മാധ്യമരംഗത്തെ ഒരു മത്സരം നമുക്കറിയാം. ആ മത്സരത്തിൽ ഈ സർവേയും ഒരു ഭാഗമാകുന്നു എന്നുള്ളൊരു സത്യമാണ്. സ്റ്റാമ്പ് റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈ സർവേ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല സിജു, ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്ലാനിങ് ആയി കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ചാർട്ട് ചെയ്യാറുണ്ട്. അടുത്ത 2 മാസം അല്ലെങ്കിൽ അടുത്ത 1 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പ്രോഗ്രാംസ്. അതിലൊരുപക്ഷെ അവർ ആദ്യം എല്ലാ ചാനലുകളും സംശയം അവരുടെ ആദ്യമേ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ഈ സർവേ തന്നെയാണ്. കാര്യം ഇതൊരു ഏജൻസി മുഖാന്തരം നടത്തുന്നത് കൊണ്ട് തന്നെ ചാനലിന്റെ വലിയ ഒരു കൈകടത്തൽ ആദ്യ ഘട്ടത്തിലൊന്നും ആവശ്യമായി വരുന്നില്ല. ഇതിന്റെ അവസാന ലാപ്പിൽ ഫ്ലോറിൽ വരുന്ന ഇതിന്റെ ഒരു അനാലിസിസ് നടത്തുന്ന ഭാഗത്ത് മാത്രമാണ് ചാനലിന്റെ ഒരു ഭാഗം കൂടി വരുന്നത്. അപ്പോൾ ഈ ഏജൻസി നടത്തിക്കൊണ്ട് വരുന്ന സർവേയിൽ ചാനലിന്റെ ഒരു താല്പര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സ്റ്റുഡിയോ വെർഷൻ, അതാണ് ഈ നമ്മൾ കാണുന്ന ഈ അവസാന പരിപാടി. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും സർവേ ഫലങ്ങൾ ഒരു വലിയ ഒരു എന്റർടൈൻമെന്റ് തന്നെയാകും. കാരണം ആരാകും നമ്മുടെ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളത് ആരെയും എതിരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രസകരമായ താല്പര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. ആ ട്രെൻഡ് രാജ്യത്തിന്റെ ട്രെൻഡ്, സംസ്ഥാനത്തിന്റെ ട്രെൻഡ് അക്കാഡമിക് രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും സമീപിക്കണം. എങ്ങനെയാണ് ഇപ്പം ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പയിനിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും ഏതൊക്കെ രീതിയിൽ പോകണം, ഏതൊക്കെ രീതി പോകരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു മെഷർ തന്നെയാണത്. തീർച്ചയായും ഈ 48 മണിക്കൂറിന് മുന്നേ വരുന്ന സർവേകൾ പോലും സ്ഥാനാർത്ഥികൾ പോലും വളരെ ആകാംക്ഷയോടെ നോക്കുകയും ചെറിയ വേരിയൻസ് അല്ലെങ്കിൽ വളരെ ചെറിയ ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറയും പോലെയുള്ള അവസ്ഥയാണെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് സ്വയം കറക്റ്റ് ചെയ്യാനും അവരുടെ പ്രചരണം ഒന്നുകൂടി മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു വശമാണ്. പക്ഷെ എന്തായാലും സർവേകൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ ട്രെൻഡ്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ അതിന്റെ ഒരു ആ അവസ്ഥ അത്
ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഇൻഫോർമാറ്റീവ് ടൂളായിട്ട് വേണമെങ്കിൽ ഈ അഭിപ്രായ സർവേകളെ കാണാം. പക്ഷേ എക്സാക്റ്റ് പ്രവചനങ്ങൾ ആരും, അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എക്സാക്ട്ലി ഫലമെന്ന് ഈ ഏജൻസികൾ പോലും അവകാശപ്പെടുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ജനാധിപത്യ വിരുദ്ധമായി സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള അധികാരികളിൽ നിന്നുണ്ടാകണം. പക്ഷേ അത്രമാത്രം ഈ സർവേകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതി, ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നത് പോലും വിവിധ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കേൾക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും വിവിധ തരം ഏജൻസികളെ അതിനുവേണ്ടി നിയോഗിക്കുന്നുണ്ട്. എന്തായാലും ഒരു ശാസ്ത്രീയമായ വിശകലനം എന്നതിനപ്പുറം ഈ അന്തിമമായ ഫലത്തോട് അടുത്തു നിൽക്കുന്ന ഫലങ്ങൾ അത് വരുന്നത് തീർച്ചയായും ഓരോ ജനാധിപത്യ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ സർവേകൾ നല്ല രീതിയിൽ നടക്കട്ടെ. എത്രയൊക്കെ സർവേ നടന്നാലും എത്രയൊക്കെ ശാസ്ത്രീയമായ വിശകലനങ്ങൾ നടന്നാലും ഈ അവസാനം ഈ പോളിംഗ് ഡേറ്റിൽ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന വോട്ടറുടെ ഒരു മനസാന്നിധ്യമുണ്ട്. അവിടെ എത്തി ആ ബാലറ്റ് പേപ്പറിന് മുമ്പിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള അവന്റെ മനസ്സിലൂടെ മിന്നിമറയുന്ന ചില ചിത്രങ്ങളുണ്ട്. അതാണ് അവസാന നിമിഷം വോട്ടുകളായി മാറുന്നത്. ആ ഒരു കാഴ്ചയ്ക്കായിട്ടാണ് ഇനി ഒരാഴ്ച കേരളം കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.